ഇവര് പാരഡി പാട്ട് പാടി അങ്ങനെ നടക്കുകയായിരുന്നു. ഇവിടെ വിഷ്ണുനാഥ് പാരഡി പാട്ട് പാടി, അത് കഴിഞ്ഞിട്ട് പാർലമെന്റിന്റെ മുമ്പിൽ പോയി നിരന്ന് നിന്ന് പാരഡി പാട്ട് പാടി. ഇപ്പൊ എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ പാരഡി പാട്ട് കേൾക്കുന്നില്ല. കേൾക്കുന്ന പാട്ടാകട്ടെ ഇങ്ങനെയുമാണ്: സ്വർണപ്പാളികൾ ബ്രേസ്ലെറ്റായി, സ്വർണപ്പാളികൾ ഏലസായി, സോണിയ മാഡം പോറ്റിക്കൊപ്പം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവർ പോയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ? സ്വർണം കട്ടവനും അത് വാങ്ങിയവനും ഒരുമിച്ച് എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് UDF ഈ സഭ ബഹിഷ്കരിക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രതിപക്ഷത്തെ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി പറയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്ത് ഫെഡറൽ തത്വങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാത്ത ഇന്ത്യൻ ഭരണാധികാരികൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന കൊടിയ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ആവർത്തിച്ച് വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് നാം കാണുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഗവർണർമാരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നമ്മുടെ ഈ നന്ദിപ്രമേയ ചർച്ചയുടെ ഭാഗമായി ഗവർണർ ഈ സഭയിൽ അവതരിപ്പിച്ച പ്രമേയം അദ്ദേഹം ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞു. ആ വിട്ടുകളഞ്ഞത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് കാണിക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ് അദ്ദേഹം വിട്ടുകളഞ്ഞത്. പക്ഷെ അദ്ദേഹം വിചാരിച്ചു അത് ഈ സഭ അങ്ങ് അംഗീകരിച്ചു കൊടുക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം അത് കൃത്യമായി ചൂണ്ടിക്കാട്ടി ഇതാണ് സർക്കാരിന്റെ മന്ത്രിസഭയുടെ തീരുമാനമെന്ന് പറയുകയുണ്ടായി. പ്രതിപക്ഷം ഭരിക്കുന്ന തമിഴ്നാട്ടിലും ഇപ്പോൾ ഏറ്റവും അവസാനം കർണാടകയിലും നാം കണ്ടു ഗവർണർമാർ എന്തു ചെയ്തു എന്നുള്ളത് നാം മനസ്സിലാക്കി. ഒരു സ്ഥലത്ത് വായിക്കാതെ തന്നെ വെച്ചിട്ട് പോകുന്ന സാഹചര്യം വന്നു. പക്ഷെ അവിടെയൊന്നും അങ്ങനെ ഒരു നിലപാട് നാം ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. ഭരണഘടനയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നിലപാടാണ് മോഡി ഭരണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഗവർണർമാരെ ഉപയോഗിച്ച് എങ്ങനെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് അവർ ആലോചിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കാൻ UDFും BJPയും ഒരുപോലെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തെ എളുപ്പത്തിന് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒട്ടാകെ അട്ടിമറിക്കാൻ പറ്റുന്നത് കോൺഗ്രസിനെയാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ അവരെതിർക്കുന്നത്. രണ്ടുപേരും കൂടി ചേർന്ന് അവരുടെ പൊതുശത്രുവായി LDFനെ കാണുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ നില വളരെ പരിതാപകരമാണ്. മോദിയെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തുടരെ സ്തുതിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മിണ്ടാട്ടമില്ല. ശശി തരൂരിനെ തിരുത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ശശി തരൂർ ആകട്ടെ നെഹ്റുവിന്റെ കുടുംബവാഴ്ചയെ അങ്ങേയറ്റം വിമർശിക്കുകയാണ്. തരൂരിനെ തൊടാൻ പേടിയാണ് കോൺഗ്രസിന്. ഇപ്പോൾ വന്ന് ദിഗ്വിജയ് സിംഗ് രാജ്യസഭാംഗമാണ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ആ ദിഗ്വിജയ് സിംഗ് RSSനെ പുകഴ്ത്തുകയാണ്. കോൺഗ്രസിനോടും അണികളോടും പറയുന്നത് നിങ്ങൾ RSSനെ കണ്ടുപഠിക്കൂ എന്നാണ്. LK അദ്വാനിയുടെയും മോദിയുടെയും ഒരു ചിത്രം പങ്കുവച്ചിട്ടാണ് ദിഗ്വിജയ് സിംഗ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പൊ ഈ സ്തുതിപാഠകരുടെ എണ്ണം കോൺഗ്രസിൽ കൂടി വരികയാണ്. കോൺഗ്രസ് BJPയുടെ ഇന്നത്തെ ഭരണ നേതൃത്വത്തിലെ ആളുകളെ പരിശോധിച്ചാലും BJPയിലെ ആളുകളാണ്, കോൺഗ്രസിലെ ആളുകളാണെന്ന് മനസ്സിലാവും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ കൂട്ടുകച്ചവടം നാം കണ്ടതാണ്. അത് തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ നോക്കൂ, തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്ത്, അവിടെ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിന് 8 പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 8 പേരും ആവിയായി പോയി, നേരെ BJPയിലേക്ക് പോയി ചേക്കേറി. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പോ സംഘപരിവാറിന്റെ വേദിയിൽ കോൺഗ്രസിനും ലീഗിനും പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. കഴിഞ്ഞ ദിവസമാണ് ലോക്ഭവനിൽ, പഴയ രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ മുമ്പിൽ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും സിൻഡിക്കേറ്റ് മെമ്പർമാർ ഒരുമിച്ച് അണിനിരുന്നത്. അത് ഡോക്ടർ ജോൺ മത്തായിയെ കുറിച്ച് ഹോണസ്റ്റ് ജോൺ എന്ന് പറയുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് ഇവർ പങ്കെടുത്തത്. അപ്പോൾ ഒരു ഉളുപ്പുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവര് പാരഡി പാട്ട് പാടി അങ്ങനെ നടക്കുകയായിരുന്നു. ഇവിടെ വിഷ്ണുനാഥ് പാരഡി പാട്ട് പാടി, അത് കഴിഞ്ഞിട്ട് പാർലമെന്റിന്റെ മുമ്പിൽ പോയി നിരന്ന് നിന്ന് പാരഡി പാട്ട് പാടി. ഇവിടെ മഴക്കാല കെടുതി വന്നു. ഒരു ശോകഗാനം പോലും പാടാത്തവരാണ്, അല്ലെങ്കിൽ ഒന്ന് മൂളിപ്പാട്ട് പോലും പാടാത്തവരാണ് നേരെ പാരഡി പാട്ട് പാടാൻ ഡൽഹിയിലേക്ക് പോയത്. അവിടെ പോയി പാരഡി പാട്ടും പാടി. ഇപ്പൊ എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ പാരഡി പാട്ട് കേൾക്കുന്നില്ല. കേൾക്കുന്ന പാട്ടാകട്ടെ ഇങ്ങനെയുമാണ്: സ്വർണപ്പാളികൾ ബ്രേസ്ലെറ്റായി, സ്വർണപ്പാളികൾ ഏലസായി,
മാഡം പോറ്റിക്കൊപ്പം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവർ പോയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ? ഇപ്പൊ പോറ്റി പോയത് വേണമെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, വേണമെങ്കിൽ നമുക്ക് പറയാം പോറ്റിയെ പിന്നെ അവിടെ കൊണ്ടുപോയി എന്ന് പറയാം. പക്ഷെ സ്വർണം കട്ടവനും അത് വാങ്ങിയവനും ഒരുമിച്ച് എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് UDF ഈ സഭ ബഹിഷ്കരിക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രതിപക്ഷത്തെ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി പറയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ കേരളത്തിൽ നിന്നുള്ള ഒരു MP അദ്ദേഹം പോറ്റിയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്നത് നമ്മൾ കണ്ടു. ഒരു ചാനൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഈത്തപ്പഴമാണ് എനിക്ക് തന്നതെന്നാണ്. പക്ഷെ ആ ഗിഫ്റ്റ് പാക്ക് ചെയ്തിരിക്കുന്ന ആ കവർ കാണുമ്പോൾ അതിനകത്ത് ഈത്തപ്പഴമാണെന്ന് തോന്നുന്നില്ല. അപ്പൊ ഈത്തപ്പഴം വളരെ എളുപ്പത്തിന് പറയാൻ പറ്റുന്ന ഒരു സാധനമായതുകൊണ്ട് ആ MP ബോധപൂർവം ഈത്തപ്പഴത്തിന്റെ പേര് പറയുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഒരു ദിവസം രാവിലെ തിരുവനന്തപുരം നഗരത്തിൽ നോക്കിയപ്പോൾ ഒരു 10-50 ബോർഡുകൾ കണ്ടു. ആ ബോർഡില് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ പടമാണ്. ഇവിടെ MLA ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ, യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ, ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഒരു പടം. ആ പടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേരെ എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹം പറയണം പേടിക്കാനുണ്ടായ കാര്യം എന്താണ് എന്ന് അദ്ദേഹം പറയണം. ഇവിടെയാണ് പ്രശ്നം. പേടിക്കാനുണ്ടായ സാഹചര്യം പുനർജനിയാണോ എന്ന് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറയണം, സംസാരിക്കുമ്പോൾ പറയണം. ഇവിടെ 2018 മഹാപ്രളയം വന്നു. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്നൊരു പദ്ധതിയായിട്ടാണ് ഈ പുനർജനിയെ അറിയപ്പെടുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത് ഞാൻ വിദേശത്ത് പോയി ഒരു പണവും പിരിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം നിയമസഭയിൽ പറയുകയുണ്ടായി. എന്നാൽ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു. വളരെ അഭിമാനപൂർവ്വം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലണ്ടനിലെ ബർമിംഗ്ഹാളിൽ ഞാനൊരു യോഗം വിളിച്ചു ചേർത്തു. അതിനെ സഹായിച്ചത് തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള ഒരു വനിതയായിരുന്നു. ഞാൻ അവിടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. ആ വനിതയുടെ ഭർത്താവ് പ്രശസ്തനായ ഒരു ഓങ്കോളജിസ്റ്റാണ്. ഒരു ലഞ്ച് മീറ്റിംഗ് അവിടെ നടത്തി. അതാണ് അവിടുത്തെ പതിവ്. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചു. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് തപ്പി നോക്കിയിരുന്നു. ആ സ്ത്രീ, ഈ പരിപാടികൾ ബർമിംഗ്ഹാമിൽ നടത്തിയ സ്ത്രീ തിരുവനന്തപുരത്ത് തിരിച്ചു വന്നു. അവർ കളക്ട് ചെയ്ത പണം ചെക്കായി എനിക്ക് നൽകി. ഈ ചെക്ക് പരവൂരിലെ ജനങ്ങൾക്ക് എത്ര പ്രയോജനപ്പെട്ടു, എത്ര രൂപയാണ് ആ ചെക്കിൽ ഉണ്ടായിരുന്നത്, അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. വീട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സ്വന്തമായി സ്ഥലം വാങ്ങി പുനർജനി ട്രസ്റ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തവർ എത്ര പേരാണ്? അവർക്ക് അങ്ങ് എത്ര രൂപയാണ് അവർക്ക് നൽകിയത്? ഭൂമി രജിസ്റ്റർ ചെയ്തവർക്ക് വീട് കിട്ടിയില്ലെന്നും അവർ വാങ്ങിയ ഭൂമി നഷ്ടപ്പെട്ടു പോയി എന്നും പരാതിയുണ്ടോ? ഇതും അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. പരാതിയുമായി ചെന്നവരോട് പ്രതിപക്ഷ നേതാവ് കൈയൊഴിഞ്ഞു, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നങ്ങനെ പറഞ്ഞു. അങ്ങ് പ്രതിപക്ഷ നേതാവിന്റെ വിദേശ യാത്രകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ വിദേശ പണം സ്വീകരിക്കാനുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്നോ? ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ്. ഇതുകൊണ്ടാണോ പറഞ്ഞേരെ ഞാൻ പേടിച്ചു പോയി എന്ന് എഴുതി വെച്ചത്? അവസാനിപ്പിക്കാം. ഇവിടെ ഒരു ക്ലാസിക് മറുപടിയുണ്ട്. മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പത്രപ്രവർത്തകർ ഈ ബോർഡ് കണ്ടതിന് ശേഷം പത്രപ്രവർത്തകർ ചോദിച്ചു. അപ്പൊ CM പറഞ്ഞ മറുപടി ഇത്രയാണ്: അതെന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്? ശരിക്കും നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇപ്പോഴേ പേടിച്ചാലോ? അപ്പോ കൃത്യമായ മറുപടി ഇതിനകത്തുണ്ട്. ഇപ്പോഴേ പേടിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇതാണ് സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോ ഭരണപക്ഷത്ത് നിന്ന് ഉയർത്തുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാൻ, മറുപടി പറയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പോ പത്രങ്ങളിലും പണം കൊടുത്ത് മീഡിയകളെയും കൊണ്ട് ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു സർവേ റിപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ സർവേ റിപ്പോർട്ടിൽ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ വരുത്തി തീർത്തപ്പോ ബഹുമാന്യനായിട്ടുള്ള പഴയ പ്രതിപക്ഷ നേതാവിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങയുടെ പേര് അതിനകത്തില്ലല്ലോ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് താഴെ വരുന്നത് ശശി തരൂരാണല്ലോ. അപ്പൊ അദ്ദേഹം കൈകളും കൂപ്പിയിട്ട് പറഞ്ഞു, ഇത് ഓരോരുത്തരും അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ, എന്റെ പേര് വരാത്തത് വളരെ നന്നായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ
അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഒരു കാര്യത്തിനും മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട സഭ ബഹിഷ്കരിച്ച് ഇവർ പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭരണപക്ഷത്തിനെതിരായി ഒരു കാര്യം പറയാൻ, ഇപ്പോൾ മാത്യു ടി തോമസ് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുകയാണ്.